കിട്ടി കോഴിക്കോടൻ അലുവ. അപ്പോൾ ഒരാൾ കോഴിക്കോട് ചോദിച്ചു വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ കോഴിക്കോട് അലുവ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതാണ് ശരിക്കും കോഴിക്കോട് അലുവ. നമ്മളൊക്കെ അന്ന് കഴിച്ചതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അത് കോഴിക്കോടൻ അലുവ എന്ന് പറയുകയല്ലാണ്ട് അത് അത്ര ടേസ്റ്റ് കുറവായിരുന്നു. ഇത് നല്ലതാണ്. പിന്നെ ഇത് അരിയുടെ അല്ല, മൈദയുടെ ഒന്നുമല്ല, ഇത് ഗോതമ്പിൻ്റെ ഇടത്. അപ്പോൾ ഗോതമ്പ് നല്ലതാണല്ലോ. നമ്മൾ കഴിക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഗോതമ്പ്, കാണുമ്പോഴും ഓർക്കും ഗോതമ്പിൻ്റെ കൊള്ളൂല. പക്ഷേ കഴിച്ച് നോക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പീരയൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കടിക്കാനും കിട്ടും നമുക്കിത് കഴിക്കുമ്പോഴത്തേക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഞങ്ങളൊരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചായിരുന്നല്ലോ, അതുകൊണ്ട് ഇത് മുറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി, ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ എല്ലാവർക്കും, ഞാൻ ഇവിടെ രാത്രി ചോറുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മധുരം വേണം, അതിനുവേണ്ടി ഞങ്ങളെടുത്ത് മുറിച്ചത്. അപ്പോൾ എല്ലാവരും മുറിച്ച് ഓരോ കഷ്ണമൊക്കെ തിന്ന്. പിന്നെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് കുറച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിയപ്പോഴത്തേക്കുമാണ് ശരിക്ക് അലുവയുടെ ആ രീതിയിൽ തന്നെ വന്നത്. ഹാർഡൊക്കെ മാറി നല്ല കിട്ടി കോഴിക്കോടൻ അലുവ. അപ്പോൾ ഒരാൾ കോഴിക്കോട് ചോദിച്ചു വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ കോഴിക്കോട് അലുവ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതാണ് ശരിക്കും കോഴിക്കോട് അലുവ. നമ്മളൊക്കെ അന്ന് കഴിച്ചതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അത് കോഴിക്കോടൻ അലുവ എന്ന് പറയുകയല്ലാണ്ട് അത് അത്ര ടേസ്റ്റ് കുറവായിരുന്നു. ഇത് നല്ലതാണ്. പിന്നെ ഇത് അരിയുടെ അല്ല, മൈദയുടെ ഒന്നുമല്ല, ഇത് ഗോതമ്പിൻ്റെ ഇടത്. അപ്പോൾ ഗോതമ്പ് നല്ലതാണല്ലോ. നമ്മൾ കഴിക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഗോതമ്പ്, കാണുമ്പോഴും ഓർക്കും ഗോതമ്പിൻ്റെ കൊള്ളൂല. പക്ഷേ കഴിച്ച് നോക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പീരയൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കടിക്കാനും കിട്ടും നമുക്കിത് കഴിക്കുമ്പോഴത്തേക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഞങ്ങളൊരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചായിരുന്നല്ലോ, അതുകൊണ്ട് ഇത് മുറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി, ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ എല്ലാവർക്കും, ഞാൻ ഇവിടെ രാത്രി ചോറുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മധുരം വേണം, അതിനുവേണ്ടി ഞങ്ങളെടുത്ത് മുറിച്ചത്. അപ്പോൾ എല്ലാവരും മുറിച്ച് ഓരോ കഷ്ണമൊക്കെ തിന്ന്. പിന്നെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് കുറച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിയപ്പോഴത്തേക്കുമാണ് ശരിക്ക് അലുവയുടെ ആ രീതിയിൽ തന്നെ വന്നത്. ഹാർഡൊക്കെ മാറി നല്ല